സെപ്റ്റംബർ 24 മുതലാണ് എണ്ണ കമ്പനികളിൽ നിന്ന് ഇന്ധനം വാങ്ങിയിരുന്ന KSRTC സ്വകാര്യ പമ്പുകളിൽ നിന്ന് നേരിട്ട് ഡീസലടിക്കാൻ തുടങ്ങിയത്. ഇതോടെ KSRTC പമ്പുകളിലേക്കും മറ്റും ഡീസൽ എത്തിച്ചിരുന്ന KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 9 ടാങ്കർ ലോറികൾക്ക് പണിയില്ലാതെയായി. എറണാകുളത്ത് 6ഉം തിരുവനന്തപുരത്ത് 2ഉം കോഴിക്കോട് 1 ടാങ്കറുകൾ ഷെഡിൽ കയറ്റി. നേരത്തെയുണ്ടാക്കിയ കരാർ പ്രകാരം ടാങ്കർ ലോറി ഉപയോഗത്തിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ KSRTCക്ക് ടാങ്കർ വാടക നൽകിയിരുന്നു. ലോറി ജീവനക്കാരുടെ ശമ്പളം നൽകിയിരുന്നതും IOC ആണ്. ടാങ്കർ ലോറികളെല്ലാം 9 ടാങ്കർ ലോറികൾ പല യൂണിറ്റുകളിലായിട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടയറുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ബാറ്ററി എല്ലാം പോയി എന്ന് തന്നെ പറയാം, തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്നു, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വണ്ടി സാധാരണ ഭാഷയിൽ നാട്ടുകാരെല്ലാം പറയുന്ന പോലെ അതും കട്ടപ്പുറത്ത് കയറിക്കുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയത്. ദിവസങ്ങളായി വിവിധ ഡിപ്പോകളിലെ ഗാരേജുകളിൽ കയറ്റിയിട്ട ടാങ്കറുകൾ തുരുമ്പെടുത്തു തുടങ്ങി. KSRTC എണ്ണ കമ്പനികളുമായി അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ധാരണയുണ്ടാക്കി കരാർ പുതുക്കാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഇനിയുമായിട്ടില്ല. ഈ നില തുടർന്നാൽ ലഭിക്കാവുന്ന വരുമാനം ഇല്ലാതാകുന്നതിനൊപ്പം ലക്ഷങ്ങളുടെ നഷ്ടവും KSRTCക്ക് ഉണ്ടാകും. നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോഴും KSRTCയുടെ അനാസ്ഥയ്ക്ക് കുറവില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ഗാരേജ് കിടക്കുന്ന ടാങ്കറുകൾ. ക്യാമറാമാൻ സി ജോഗിയൊപ്പം അനിൽ കാരാമൽ, മീഡിയ 1.